പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. മശിയാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസം ക്രിസ്മസിൻ്റെ ദിനത്തിൽ നമ്മൾ കർത്താവായ യേശുമിശിഹായുടെ മുമ്പാകെ നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട്, അനുഗ്രഹത്തിൽ ജീവിച്ചുകൊണ്ട്, അനുഗ്രഹമാണ് എല്ലാം എന്ന നിലയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു. ശരിക്കും അത് തന്നെയാണ് എല്ലാം, അനുഗ്രഹം തന്നെയാണ് എല്ലാം, ഒന്നും അതിൽ നിന്ന് കുറവ് വരുന്നില്ല. നമ്മുടെ ഓരോ ശ്വാസവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ഓരോ പ്രഭാതം നമ്മൾ എഴുന്നേൽക്കുന്നത് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ അനുഗ്രഹത്തിൽ തന്നെ നമ്മൾ ചേർത്ത് നിന്നുകൊണ്ട് നമ്മൾ മുമ്പിൽ പോകണം. ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന സുവിശേഷ ഭാഗം 23-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഇതൊരു വലിയൊരു പ്രാർത്ഥനയാണ്, ഇതൊരു വിശ്വാസമാണ്, ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിശ്വാസികളായി നമ്മൾ ചിന്തിക്കണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ കുറവ് വരാനാണ്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് അന്ധകാരത്തിൽ നടന്നു പോയാലും ഞാൻ ആരെ ഭയപ്പെടണം. അപ്പോൾ കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ രക്ഷകൻ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ കുറവുണ്ടാവാനാണ്. പ്രിയമുള്ളവരെ, ലോകരക്ഷകനായ ഈശോ ഈ ഭൂമിയിൽ കടന്നു വരുന്നതിൽ ഒരു ലക്ഷ്യം ഇത് തന്നെയാണ്. നമ്മുടെ കുറവിനെല്ലാം മാറ്റണം, എന്നെ കൂടുതൽ സ്നേഹിക്കണം, എന്നെ ശക്തിയിൽ ഉയർത്തണം, എല്ലാ അന്ധകാര ശക്തിയിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരണം, ഞാൻ രക്ഷ നേടണം, ഞാൻ രക്ഷ പ്രാപിക്കണം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് പ്രത്യേകം ഇടയനായ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, നമുക്ക് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് കാലം അനുഗ്രഹത്തിൻ്റെ കാലമാക്കി മാറ്റാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.